പ്രവാസ ലോകത്തെ വാർത്തകൾ. UAE-യിൽ ബാങ്ക് ഇടപാടിന് OTP അയക്കുന്ന രീതി നിർത്തലാക്കുന്നു. ബാങ്കിൻ്റെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി വിനിമയം നടത്താം. സാമ്പത്തിക ഇടപാടുകൾ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് OTP സംവിധാനം നിർത്തലാക്കുന്നത്. ഇമെയിൽ അറിയിപ്പും ഇനിയുണ്ടാകില്ല. ഘട്ടം ഘട്ടമായി OTP നിർത്തലാക്കാനാണ് തീരുമാനം. പകരം ബാങ്കുകളുടെ സ്മാർട്ട് ആപ്പ് വഴി ഇടപാടുകൾ നടത്താം. ഇമെയിൽ OTP തട്ടിപ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. പണമിടപാടുകൾ സ്വീകരിക്കാനും നിരാകരിക്കാനും സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ജനങ്ങളുടെ ഡിജിറ്റൽ ID അടിസ്ഥാനമാക്കി ഇടപാടുകൾ സുതാര്യവും സുരക്ഷിതവുമാക്കും. ബാങ്കുകളിൽ നൽകിയിട്ടുള്ള വ്യക്തിഗത വിവരങ്ങളും ഇടപാട് സമയത്ത് നൽകുന്ന വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടായാൽ ഇടപാടുകൾ നിരസിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ ഒരുങ്ങി ഫ്രാൻസ്. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭാ സമ്മേളനത്തിൽ ഫ്രാൻസ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. പ്രധാനപ്പെട്ട ലോകശക്തികൾ ഉൾപ്പെടുന്ന G7 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പാലസ്തീൻ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറും. പാലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന്റെ കത്തിന് മറുപടി നൽകുകയായിരുന്നു മാക്രോൺ. ഗാസയിൽ ഉടൻ വെടിനിർത്തൽ ആവശ്യമാണെന്നും ബന്ദികളാക്കിയവരെ ഹമാസ് ഉടൻ വിട്ടയക്കണമെന്നും മാക്രോൺ ആവശ്യപ്പെട്ടു. ഭക്ഷണവും വെള്ളവും തുടങ്ങി പ്രാഥമിക അവകാശങ്ങളെല്ലാം നിരസിക്കപ്പെട്ട ജനതയ്ക്ക് അവയെല്ലാം ഉടനെ തന്നെ ലഭ്യമാക്കണമെന്നും മാക്രോൺ പറഞ്ഞു. പാലസ്തീനെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ ഈ തീരുമാനത്തിനെതിരെ ഇസ്രായേൽ രൂക്ഷമായാണ് പ്രതികരിച്ചത്. ഫ്രാൻസ് ഭീകരവാദത്തെ സഹായിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചു. നിലവിലെ സാഹചര്യങ്ങളിൽ സമാധാനപരമായ ഒരു രാജ്യമല്ല, ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയുള്ള ഒരു രാജ്യമായിരിക്കും പാലസ്തീനെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കൻ ടെക് കമ്പനികൾ ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിലെ ടെക് പ്രൊഫഷണലുകൾക്ക് ആശങ്ക. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ തുടങ്ങിയ പ്രധാന ടെക് കമ്പനികൾ ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് നിർത്തി അമേരിക്കക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നാണ് ട്രംപിന്റെ ആഹ്വാനം. വാഷിംഗ്ടണിൽ നടന്ന AI ഉച്ചകോടിയിലാണ് അമേരിക്കൻ കമ്പനികൾ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത്. അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ ഫാക്ടറികൾ സ്ഥാപിക്കുകയും ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്ത് വലിയ ലാഭം കൊയ്യുകയാണെന്നാണ് ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. ഇത് അമേരിക്കൻ തൊഴിലാളികളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യയിലെ ടെക് ജീവനക്കാർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കൂടാതെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഡാറ്റാ സയൻസ്, AI തുടങ്ങിയ മേഖലകളിൽ US-ൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ ടെക്കികൾക്കും ആശങ്കയുണ്ടാക്കും. അതേസമയം വിദേശികളുടെ നിയമനം പരിമിതപ്പെടുത്തുന്നതിനുള്ള ഔദ്യോഗിക നടപടികളൊന്നും US ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അമേരിക്കയിലെ ഇന്ത്യൻ ടെക്കികൾ US ടെക്നോളജി രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലാണ് ഇവർ പ്രധാന പങ്കുവഹിക്കുന്നത്. ആമസോൺ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ആപ്പിൾ, IBM തുടങ്ങിയ അമേരിക്കൻ കമ്പനികളിൽ നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ഇന്ധനവില വർദ്ധിച്ചു. പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കൾക്ക് തിരിച്ചടി. എണ്ണവില ബാരലിന് $71.65 വർദ്ധിച്ചു. മുമ്പ് $70.86 ആയിരുന്നു എണ്ണവില. ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് വില കൂടിയതാണ് കുവൈറ്റിലും പ്രതിഫലിച്ചത്. ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് 67 സെന്റ് വർദ്ധിച്ച് ബാരലിന് $69.18 വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് 78 സെന്റ് വർദ്ധിച്ച് ബാരലിന് $66.03 ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.